Dear students, next chapter ആണ് എവല്യൂഷൻ. അതിൽ ആദ്യ ഭാഗം നമുക്ക് എന്താണ് എവല്യൂഷൻ എന്ന് നോക്കാം. എവല്യൂഷണറി ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. എർത്തിലുള്ള ജീവികളുടെ ചരിത്രം ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? പരിണാമം എന്നാണ് അതിന് പറയുന്നത്. ഇന്ന് ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെയുള്ള ജീവജാലങ്ങളുടെ, അത് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും, അവയുടെ ഹിസ്റ്ററിയാണ്, അല്ലേ? പണ്ട് തൊട്ടുണ്ടായിരുന്ന ജീവജാലങ്ങൾ എങ്ങനെയാണ് ഇന്ന് കാണപ്പെടുന്ന ജീവികളായി മാറിയത് എന്നൊക്കെയുള്ള ആ സ്ലോ ചേഞ്ചസ്, അതിനെക്കുറിച്ചുള്ള ഭാഗമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. എവല്യൂഷണറി ബയോളജിയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ തിയറീസും ഒക്കെ പഠിക്കണമായിരുന്നു. നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു തിയറി ഓഫ് കെമിക്കൽ ഒറിജിൻ എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ദിസ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ. ഇവരാണ് രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഈ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ആസ് പെർ ദിസ് തിയറി, ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം pre-existing non-living organic molecules. As per this theory, ഒപ്പാരിൻ ഹൾഡെയിൻ്റെ തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം pre-existing non-living organic molecules. അതായത് ജീവൻ ഉണ്ടാവുന്ന ഉണ്ടായിട്ടുള്ളതിന് പല തിയറീസും നമുക്കുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ലൈഫ് എവിടെ നിന്നുണ്ടായി എന്നാണ് പറയുന്നത്? നേരത്തെയുള്ള, അതായത് പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ്. അതായത് RNA, പ്രോട്ടീൻ പോലുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നാണ് ലിവിങ് ആയിട്ടുള്ള ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിയറിയെ നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂഫുണ്ട്. എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഫോർ കെമിക്കൽ എവല്യൂഷൻ തിയറി. എന്താണ് കെമിക്കൽ എവല്യൂഷനെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് നടത്തിയത് മറ്റ് രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. അവരുടെ പേരാണ് സ്റ്റാൻലി എൽ മില്ലർ എന്നും ഹാറോൾഡ് സി യൂറേ എന്നും പറയും. ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ തിയറി ഓഫ് ഓർഗാനിക് എവല്യൂഷൻ വാസ് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ബൈ ഹെറോൾഡ് സി യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ ഇൻ 1953. യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെൻ്റ് എന്നാണ് ഇവരുടെ എക്സ്പെരിമെൻ്റൽ പ്രൂഫിന് പറയുന്നത്. അപ്പോൾ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ കൊണ്ടുവന്ന തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് നടത്തിയ ആരാന്ന് ചോദിച്ചാൽ സ്റ്റാൻലി എൽ മില്ലർ ആൻഡ് ഹാറോൾഡ് സി യൂറേ. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനിൽ അവർ എന്താണ് ചെയ്തത്? അവരുടെ ലാബിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ 1953, SL മില്ലർ ആൻഡ് ആൻ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ക്രിയേറ്റഡ് ഏർലി എർത്ത് കണ്ടീഷൻ ഇൻ എ ലബോറട്ടറി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? അവർ അന്നുണ്ടായിരുന്ന ഏർലി എർത്തിൻ്റെ കണ്ടീഷൻസ് ഒരു ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്തു. He created electric discharge in a closed flask containing methane, CH4, methane, hydrogen, ammonia and water vapor at 800 degrees Celsius. അപ്പോൾ ഇവർ ഒരു പരീക്ഷണം നടത്തിയതാണ് അവരുടെ ലബോറട്ടറിയിൽ. അവർ പ്രത്യേകതരം ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു അപ്പാരറ്റസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഒരു ചേംബറുള്ള ഒരു ഫ്ലാസ്ക് പോലൊരു ഭാഗമുണ്ട്. ആ ഫ്ലാസ്കിൽ 2 ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തു. ഹൈ ഇലക്ട്രിസിറ്റി കടത്തിവിടും. അപ്പോൾ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന അവസ്ഥകളാണ് ഈ ഫ്ലാസ്കിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഫ്ലാസ്കിൽ 4 തരം വാതകങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കണം. മീഥെയ്ൻ ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, വാട്ടർ വേപ്പർ സ്റ്റേറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാസ്കാണ് ഈ ഫ്ലാസ്ക്. അതായത് ഇവിടെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന നീരാവി ഇതിലേക്ക് പോകും. അതുപോലെ ഈ ഫ്ലാസ്കിൻ്റെ അകത്ത് മീഥെയ്നും അമോണിയയും ഒക്കെ ഇതിൻ്റെ അകത്ത് ഹൈഡ്രജനും ഒക്കെ നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇത് നിറഞ്ഞു നിൽക്കുന്ന ഈ ഫ്ലാസ്കിലേക്ക് 800 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് ഇട്ട് കൊടുത്തു.
നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഭൂമിയിൽ ജീവനുണ്ടായത് ഇടിമിന്നൽ മഴ പെയ്ത് നിറഞ്ഞ് ആ മഴയിൽ അലിഞ്ഞു ചേർന്ന വസ്തുക്കളെല്ലാം ഇടിമിന്നലിൻ്റെ ഊർജ്ജത്താൽ സംയോജിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ അവരിവിടെ ലാബിൽ ഇത് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ആ ഹൈ ഇലക്ട്രിസിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തപ്പോൾ ഈ വാതകങ്ങളെല്ലാം കൂടെ സംയോജിക്കുകയും അവർ പലതരം കോമ്പൗണ്ടുകളായിട്ട് മാറുകയും ചെയ്തു. എന്നിട്ട് ഇത് ഹൈ ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട്, ഡിസ്ചാർജ് ഉള്ളതുകൊണ്ട് അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഒരു വാട്ടർ സർക്കുലേഷൻ ഇവിടെ കൊടുത്തു. അതായത് ഈ വാതകങ്ങൾ താഴോട്ട് വരുമ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തൂടെ ഒരു ചാനൽ ഓഫ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുകയും ആ വാതകങ്ങൾ വെള്ളത്തിൽ അലിഞ്ഞ്, വാട്ടർ ഇൻ വാട്ടർ വേപ്പർ സ്റ്റേറ്റ് ആയിരുന്നു, തണുക്കുമ്പോൾ അത് വെള്ളമാകും. എന്നിട്ട് ആ വെള്ളത്തിൽ അലിഞ്ഞ് പല കോമ്പൗണ്ടുകളും ഇവിടെ വന്ന് കെട്ടിക്കിടക്കും. എന്നിട്ട് ഇത് ഈ വഴിയാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നത്. ഈ സംയോജിച്ച വാതകങ്ങൾ ഈ ദ്രാവക രൂപത്തിൽ നമുക്കിവിടെ കിട്ടും. അങ്ങനെ അവരത് ഒബ്സർവ് ചെയ്തപ്പോൾ ഹി ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അവർ ഈ പരീക്ഷണം നടത്തിയപ്പോൾ ഈ വന്ന വെള്ളത്തിൽ എന്ത് കണ്ടു? അമിനോ ആസിഡ്സിൻ്റെ പ്രസൻസ് കണ്ടു. ഇൻ സിമിലർ എക്സ്പെരിമെൻറ്റ്സ് അതേഴ്സ് ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്, പിഗ്മെൻറ്റ്സ്, ഫാറ്റ്സ് എക്സെട്ര. ഈ പരീക്ഷണം ഒത്തിരി സയൻറ്റിസ്റ്റുകൾ ഇത് ആവർത്തിക്കുകയും അങ്ങനെ പല പല പരീക്ഷണങ്ങളിൽ കൂടി ഇങ്ങനെയുള്ള മൂലകങ്ങളെല്ലാം കൂടി ചേർന്ന് പല കോമ്പൗണ്ടുകൾ ആയ ഷുഗറുകൾ, നൈട്രജൻ ബേസുകൾ, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഈ വെള്ളത്തിൽ ലഭ്യമായി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് പല പല കോമ്പൗണ്ടുകൾ ഉണ്ടാകുകയും ആ കോമ്പൗണ്ടുകളെല്ലാം ചേർന്നിട്ടാണ് ജീവൻ ഉത്ഭവിച്ചതെന്നാണ് ഈ തിയറി പറയുന്നത്. The first non-cellular form of life could have originated 3 billion years back. അപ്പോൾ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്, അതായത് ജീവനുള്ള സെല്ലുകളില്ല, പക്ഷെ ജീവൻ്റെ കണികകളുള്ള വസ്തുക്കൾ, നോൺ സെല്ലുലാർ ആയിട്ടുള്ള സെല്ലല്ലാത്ത ചില വസ്തുക്കൾ, കോമ്പൗണ്ടുകൾ ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? 3 ബില്യൺ ഇയേഴ്സിന് മുമ്പ്. ദേ വുഡ് ഹാവ് ബീൻ ജൈൻറ്റ് മോളിക്യൂൾസ്. അതൊക്കെ വലിയ വലിയ മോളിക്യൂൾസ് ആയിരുന്നു. RNA, പ്രോട്ടീൻ, പോളിസാക്രൈഡ്സ് ഒക്കെ എന്നൊക്കെ ഉള്ള ന്യൂക്ലിയോടൈഡ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് പലതരം കോമ്പൗണ്ടുകൾ ഉണ്ടായി. ദീസ് ക്യാപ്സ്യൂൾസ് റീപ്രൊഡ്യൂസ് ദർ മോളിക്യൂൾസ് പെർഹാപ്സ്. പിന്നീട് ഇവർക്കൊക്കെ, അതായത് ഈ RNA പോലുള്ള വസ്തുക്കൾക്കൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവർ സെല്ലല്ല, ഓൺലി ദ മോളിക്യൂൾ അല്ലേ, ജെനറ്റിക് മോളിക്യൂളായിട്ടാണ് ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. The first cellular form of life did not possibly originate till about 2000 million years ago. അപ്പോൾ ഈ 2000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 3 ബില്യൺ വർഷം തൊട്ട് ഈ 2 ബില്യൺ വർഷങ്ങൾ മുമ്പ് വരെയും ഇതേപോലുള്ള മോളിക്യൂൾസ്, ജയൻ്റ് മോളിക്യൂൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദീസ് വെയർ പ്രോബബ്ലി സിംഗിൾ സെൽ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കോശങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് സെല്ലുലാർ ഫോം ഉണ്ടായപ്പോൾ അവരെല്ലാം എങ്ങനെയായിരുന്നിരുന്നേ? സിംഗിൾ സെൽസ് ആണ്. ഓൾ ലൈഫ് ഫോംസ് വെയർ ഇൻ വാട്ടർ എൻവയോൺമെൻറ്റ് ഓൺലി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജീവൻ ഉത്ഭവിച്ചത് വെള്ളത്തിലാണ് ഇതെല്ലാം ഫോം ചെയ്തത്. ദിസ് വേർഷൻ ഓഫ് എ ബയോജെനസിസ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് എറോസ് സ്ലോലി ത്രൂ എവല്യൂഷണറി ഫോഴ്സസ് ഫ്രം നോൺ ലിവിങ് മോളിക്യൂൾ ഈസ് അക്സെപ്റ്റഡ് ബൈ മെജോറിറ്റി. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് നോൺ ലിവിങ് വസ്തുക്കളിൽ നിന്നാണ് ലിവിങ് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായത് എന്ന് അല്ലേ. ലൈഫ് എറോസ് ചെയ്തു സ്ലോലി ത്രൂ എവല്യൂഷണറി ഫോഴ്സസ്. പലതരം എവല്യൂഷണറി ഫോഴ്സുകളുടെ ഫലമായിട്ടാണ് ജീവനുള്ളവ ഉണ്ടായത് എന്നാണ് മെജോറിറ്റി ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുക. ഹവർ വൺസ് ഫോംഡ്, ഹൗ ദ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് കുഡ് ഹാവ് ഇവോൾവ്ഡ് ഇൻ ടു കോംപ്ലക്സ് ബയോഡൈവേഴ്സിറ്റി ഓഫ് ടുഡേ ഈസ് ദ ഫാസിനേറ്റിംഗ് സ്റ്റോറി. അന്ന് ഏകകോശമായിട്ടുണ്ടായ വസ്തുക്കളിൽ നിന്നാണ് ഇന്ന് കാണപ്പെടുന്ന ഈ കോംപ്ലക്സ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ജൈവ വൈവിധ്യം നമുക്കറിയാം. ഇന്ന് കാണപ്പെടുന്ന സർവ്വ ജീവജാലങ്ങളും ഉണ്ടായത് ഈ ഫസ്റ്റ് സെല്ലുലാർ ഫോമിൽ നിന്നാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ കഥയാണ് അല്ലേ. ആ കഥയാണ് നമ്മൾ എവല്യൂഷനിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് ആ ഫസ്റ്റ് സെല്ലുലാർ ഫോമിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ ഉണ്ടായത് എന്ന് തെളിയിക്കുന്ന തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ. നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്, തിയറി അല്ല, എവല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലിവിങ് ഫോമിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന കോംപ്ലക്സ് ഡൈവേഴ്സിറ്റി ഉണ്ടായതിനെയാണ് നമ്മൾ എവല്യൂഷൻ. അപ്പോൾ എവല്യൂഷൻ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല അല്ലേ. വർഷങ്ങൾ എടുത്ത്
പല പല മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് പതുക്കെ പതുക്കെ ഉണ്ടായ ചേഞ്ചസുകളെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എവിഡൻസസ് ഫ്രം കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി. നമ്മൾ ധാരാളം എവിഡൻസുകളെ കുറിച്ച് പാലിയന്റോളജിക്കൽ എവിഡൻസ് എന്നൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി. അനാറ്റമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആന്തരിക ഘടനയെക്കുറിച്ച് പഠിക്കുകയും ബാഹ്യമായിട്ടുള്ള ഘടനയെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് മോർഫോളജി. അനാറ്റമി മീൻസ് ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ച്, എക്സ്റ്റേണൽ ഓർഗൻസിനെ കുറിച്ചും ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിഡൻസ് അതിൽ നിന്ന് അനാറ്റമിയും മോർഫോളജിയും പഠിക്കുമ്പോൾ കിട്ടുന്ന പരിണാമം നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് തെളിവുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക? കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി ഷോ സിമിലാരിറ്റീസ് ആൻഡ് differences among organisms of today and those that existed years ago. അപ്പം ഇന്ന് കാണപ്പെടുന്ന ജീവികളും പണ്ട് ജീവിച്ചിരുന്ന ജീവികളെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സിമിലാരിറ്റിയും അവരുടെ ഡിഫറൻസും ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ് ഈ കമ്പാരിറ്റീവ് അനാറ്റമി. സച്ച് സിമിലാരിറ്റീസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ കോമൺ ആൻസിസ്റ്റേഴ്സ് വെർ ഷെയർഡ് ഓർ നോട്ട്. അതായത് ഇന്ന് കാണപ്പെടുന്ന ജീവികൾ തമ്മിലുള്ള സിമിലാരിറ്റിയൊക്കെ എന്തിലേക്ക് വഴിതെളിക്കുന്നു? ഇവർക്കൊക്കെ ഒരു കോമൺ ആൻസിസ്റ്റർ, അതായത് പൂർവികൻ ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഡിസിമിലർ ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഹോമോലോഗസ് ഓർഗൻ. എന്താണ് ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ? ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ അനാറ്റമിക്കലി സിമിലർ സ്ട്രക്ചേഴ്സ് പെർഫോമിംഗ് ഡിഫറെൻറ്റ് ഫങ്ഷൻ ആർ കോൾഡ് ഹോമോലോഗസ് ഓർഗൻ. ഒരേപോലെ ഇരിക്കുന്ന അനാറ്റമിക്കലായിട്ട് ആന്തരിക ഘടനയിൽ നമ്മൾ ഒരുപോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ്, പക്ഷെ അവയെല്ലാം എങ്ങനെയാണ് ഡിഫർ ഇൻ ദർ ഫങ്ഷൻ. അതിനെയാണ്, അങ്ങനെയുള്ള അവയവങ്ങളെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ദേ ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ബട്ട് ഡിഫറെൻറ്റ് ഇൻ ഫങ്ഷൻ. അങ്ങനെയുള്ള അവയവങ്ങളെ നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് കുറേ വെർട്ടിബ്രേറ്റ്സിൻ്റെ മുൻ കൈകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ കൈയുണ്ട്, ക്യാറ്റിൻ്റെ കൈയുണ്ട്, വെയിലിൻ്റെ കൈയുണ്ട്, ബാറ്റിൻ്റെ കൈയുണ്ട്. ഈ കൈകളെല്ലാം തന്നെ സ്ട്രക്ചറലി സിമിലർ ആണ്. ഇതിൻ്റെ ഘടന നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഓരോ തരത്തിലുള്ള എല്ലുകൾ, വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വേറെ വ്യത്യാസം ഇല്ല. പക്ഷേ സ്ട്രക്ചർ സിമിലർ ആണ്, പക്ഷേ ഇവരുടെ എല്ലാം ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. മുൻകൈകൾ നമുക്കറിയാം അല്ലേ? മനുഷ്യൻ്റെ കൈ എന്തിനു ഉപയോഗിക്കുന്നു? നമ്മൾ നടക്കാനല്ലല്ലോ ഉപയോഗിക്കുന്നത് അല്ലേ? അതേസമയം ക്യാറ്റാണെങ്കിൽ നടക്കാനാണ് ഉപയോഗിക്കുന്നത്, വെയിലാണെങ്കിൽ നീന്താനാണ് ഉപയോഗിക്കുന്നത്, ബാറ്റാണെങ്കിൽ പറക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല ഫങ്ഷൻസ് കാണിക്കുന്ന ഓർഗൻസിനെയാണ് സിമിലർ സ്ട്രക്ചർ വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഓഫ് ഹോമോലോഗസ് ഓർഗൻ ഡിസ്ക്രൈബ് ചെയ്തേക്കാണ് ഫോർ ലിംബ് ഓഫ് മാമൽ. മാമൽസിൻ്റെ എല്ലാം മുൻ കൈകളാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ലിംബ് എന്ന് പറഞ്ഞാൽ കൈകൾ. വെയിൽ, ബാറ്റ്, ചീറ്റ ആൻഡ് ഹ്യൂമൻ ഓൾ ആർ മാമൽ ഷെയർ സിമിലാരിറ്റി ഇൻ ദ പാറ്റേൺ ഓഫ് ബോൺ ഓഫ് ഫോർ ലിംബ്. ഫോർ ലിംബിൻ്റെ ബോണുകളാണ് ഇവരുടെ എല്ലാം കാണിച്ചിരിക്കുന്നത് അല്ലേ? ദോ these four limbs perform different function in these animals, they have similar anatomical structure. ഇതെല്ലാം ഓരോരുത്തരിലും ഓരോ ഫങ്ഷനാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ കൈ പോലല്ല ചീറ്റയുടെ കൈ, വെയിലിൻ്റെ കൈ, ബാറ്റിൻ്റെ കൈ അല്ലേ? All of them have a humerus, radius, ulna, carpal, metacarpal, phalanges in their forelimb. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ലിംബ് ബോൺസിലുള്ള ബോണുകളെല്ലാം ഒരേപോലെയാണ് അല്ലേ? സ്ട്രക്ചറലി സിമിലർ ആണ്, പക്ഷെ വലിപ്പത്തിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാ തരം ബോണുകളുണ്ട്. അതായത് ഹ്യൂമറസ് ഉണ്ട്, റേഡിയസ് അൾന ഉണ്ട്, കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഇവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ദേ ഡു ദെയർ ഡിഫറെൻറ്റ് ഫങ്ഷൻ. അത്രയും അവയവങ്ങളെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഹെൻസ് ഇൻ ദീസ് ആനിമൽസ് ദ സെയിം സ്ട്രക്ചർ ഡെവലപ്ഡ് അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ ടു ഡിഫറെൻറ്റ് നീഡ്സ്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഈ ഒരേപോലുള്ള സ്ട്രക്ചറുള്ള അവയവങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയേ, ഓരോ ഫങ്ഷന് വേണ്ടി മാറിയേ എന്ന് പറഞ്ഞാൽ, മനുഷ്യന് രണ്ടു കാലം നിന്നപ്പോൾ അവർക്ക് നടക്കാൻ വേണ്ടി കൈ വേണ്ടി വന്നില്ല അല്ലേ? ചീറ്റയ്ക്കാണെങ്കിൽ അവർ 4 കാലിൽ തന്നെ നടക്കുന്നത് കൊണ്ട് അവർക്ക് ഈ കൈ അവരുടെ കാലായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം വെയിൽ ഒരു മാമലാണെങ്കിൽ പോലും അത് വെള്ളത്തിലായതുകൊണ്ട് അവയ്ക്ക് നീന്താൻ വേണ്ടി അത് ഉപയോഗിച്ചു. കൈകൾ അവർക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ വെള്ളത്തിൽ, അപ്പോൾ അവർക്ക് നീന്താനുള്ള പാഡൽസ് ആയിട്ടത് മാറി.
അതേസമയം ബാറ്റിൻ്റെ കാര്യവും അതുപോലെയാണ്. ബാറ്റ് നടക്കാനല്ല കൈകൾ ഉപയോഗിക്കുന്നത്, അവർക്ക് പറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോരുത്തരും ഏതൊക്കെ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നു, കരയിൽ ജീവിക്കുന്നു, മണ്ണിൽ ജീവിക്കുന്നു, അല്ലെ വെള്ളത്തിൽ ജീവിക്കുന്നു, പറന്ന് ജീവിക്കുന്നു, അതിനനുസരിച്ച് അവർ ഓരോ ഡയറക്ഷനിൽ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, അഡാപ്റ്റഡായി രൂപാന്തരണം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ഡൈവേർജൻ്റ് എവല്യൂഷൻ ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ ഹോമോലോഗസ്. ഈ അവയവങ്ങളെ നമ്മൾ ഇങ്ങനെ സെയിം സ്ട്രക്ചർ വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻ ആർ കോൾഡ് ആസ് ഹോമോലോഗസ് ഓർഗൻ. ആൻഡ് ഈ എവല്യൂഷനെ പറയുന്നതാണ് ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയും. അതായത് ഇവർക്കെല്ലാം ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടെന്നും ആ ആൻസസ്റ്ററിൽ നിന്ന് ഒരു പൂർവികനുണ്ടായിരുന്നെന്നും അവർ ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിക്കാൻ പോയപ്പോൾ അവരുടെ അവയവങ്ങൾ മാറി എന്നാണ് പറയുന്നത്. ഹോമോലോഗി ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസസ്ട്രി. ഇവർക്ക് ഈ ഹോമോലോഗസ് ഓർഗൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇവർക്കെല്ലാം ഒരു പൂർവികനുണ്ടായിരുന്നെന്നും ഇവർക്ക് കൈയുണ്ടെന്നും ഈ കൈയെല്ലാം ഇതേ സ്ട്രക്ചറിലാണെന്നും ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ്. അതിനെയാണ് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് പല ഭാഗത്തേക്ക് ഡൈവേർജ് ചെയ്തുകൊണ്ടാണ് ഈ എവല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൈവേർജൻ്റ് എവല്യൂഷൻ. അപ്പോൾ ഡൈവേർജൻ്റ് എവല്യൂഷന് ഉദാഹരണം ഏതാണെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ആണ് ഹോമോലോഗസ് ഓർഗൻ. അപ്പോൾ 4 limb ഓഫ് മാമൽ ഒരു ഉദാഹരണമാണ്. അതുപോലെ വേറെ നമുക്ക് 3 ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, തോൺ. അടുത്തത് ഒരു ചെടികളിലുള്ള ഇതേപോലുള്ള ഹോമോലോഗസ് ഓർഗനെ കുറിച്ച് പറയുന്നുണ്ട്. തോൺ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് കുക്കുർബിറ്റ. ബൊഗെയിൻവില്ലയുടെയും കുക്കുർബിറ്റയുടെയും പിന്നെ ടെൻഡ്രിൽസ്, തോണും മുള്ളുകളും വള്ളികളുമാണ് അല്ലേ. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് വെർട്ടിബ്രേറ്റ് ഹാർട്ട് ഓർ ബ്രെയിൻ. വെർട്ടിബ്രേറ്റ്സിൻ്റെ ബ്രെയിനും ഹാർട്ടും എന്തിനു ഉദാഹരണമാണ്, ഹോമോലോഗസ് ഓർഗൻസിന് ഉദാഹരണമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ് ഇവിടെ. സസ്യങ്ങളിൽ നമുക്കറിയാം ബൊഗെയിൻവില്ല അല്ലേ, കടലാസ് ചെടി എന്ന് പറയുന്ന ചെടി നിങ്ങൾക്കറിയാം, അതാണ് ബൊഗെയിൻവില്ല. കുക്കുർബിറ്റ എന്ന് പറയുന്നത് വെള്ളരിയുടെ വർഗത്തിൽ വരുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ഈ 2 സസ്യങ്ങളുടെയും തോൺ, അതായത് ബൊഗെയിൻവില്ലയുടെ മുള്ളും കുക്കുർബിറ്റയുടെ ഈ വള്ളികളും ഏകദേശം അവർ രണ്ടും സ്ട്രക്ചറലി സിമിലറാണ്. അത് ഈ ആക്സിയൽ റീജിയനിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ജോലി രണ്ടല്ലേ. തോൺ എന്ന് പറയുന്നത് മുള്ളാണ്. മുള്ള ഇവരെ ആരെങ്കിലും പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ കൊള്ളാൻ വേണ്ടിയുള്ള സ്ട്രക്ചേഴ്സാണ് അല്ലേ, അവർക്ക് ഡിഫെൻസിന് വേണ്ടിയാണ് ഈ തോണുള്ളത്. അതേസമയം കുക്കുർബിറ്റ അങ്ങനെയല്ല, നമുക്കറിയാം അവരുടെ വീക്ക് സ്റ്റെമ്മാണ്, അതിന് സപ്പോർട്ടിന് വേണ്ടിയാണ് ടെൻഡ്രിൽസ് ഉള്ളത്. അപ്പോൾ ഇതൊരു സസ്യങ്ങളിലെ ഹോമോലോഗസ് ഓർഗന് ഉദാഹരണമാണ്. ദ തോൺ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് കുക്കുർബിറ്റ. മറ്റൊരു ഉദാഹരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഹോമോലോഗസ് ഓർഗൻ്റെ വെർട്ടിബ്രേറ്റിൻ്റെ ഹൃദയം അല്ലേ. വെർട്ടിബ്രേറ്റ്സിൻ്റെ ഹൃദയം എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഷസിൽ 2 ചേമ്പേഴ്സ്, ആംഫിബിയൻസിൽ 3 ചേമ്പേഴ്സ്, റെപ്റ്റീലിയൽസ് 3 പൂർണ്ണമായിട്ടില്ല ഇല്ലേ. ക്രോക്കഡൈലിൽ മാത്രമേ ഉള്ളൂ 4 വരുന്നത്, 3.5 എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ആണെങ്കിൽ ബേർഡ്സിലും മാമൽസിലും വരുമ്പോൾ 4 ചേമ്പേർഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ എല്ലാം സ്ട്രക്ചർ സിമിലർ ആണ് അല്ലേ. അതാണ് മറ്റൊരു ഉദാഹരണം. അപ്പോൾ അങ്ങനെ 3 ഉദാഹരണം. അതുപോലെ വേറൊരു ഉദാഹരണവും നമ്മൾ പറഞ്ഞു, വെർട്ടിബ്രേറ്റ് ബ്രെയിൻ നമ്മൾ നോക്കിയാൽ ഓരോന്നിൻ്റെയും ബ്രെയിന് എല്ലാത്തിൻ്റെ അകത്തും പാർട്സ് എല്ലാം സിമിലർ ആയിരിക്കും. ഇപ്പോൾ ഫിഷസ് തൊട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വെർട്ടിബ്രേറ്റ്സിനെ ആംഫീബിയ, റെപ്റ്റീലിയ, ബേർഡ്സ്, മാമൽസിലെല്ലാം നോക്കുമ്പോൾ ആ സിമിലാരിറ്റി നമുക്ക് കാണാൻ കഴിയും. സ്ട്രക്ചറലി സിമിലർ ആണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ മറ്റൊരു ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണങ്ങളെ എല്ലാം നമ്മൾ ഹോമോലോഗസ് ഓർഗൻ എന്ന് പറയും. അപ്പോൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് നമുക്ക് 3 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. 4 limbs ഓഫ് മാമൽസ് പറഞ്ഞു, പിന്നെ അതുപോലെ വെർട്ടിബ്രേറ്റ് ഹാർട്ട്, വെർട്ടിബ്രേറ്റ് ബ്രെയിന് അല്ലേ, പിന്നെ ടെൻഡ്രിൽസ് ആൻഡ് തോൺസ് ഓഫ് കുക്കുർബിറ്റ ആൻഡ് ബൊഗെയിൻവില്ല. ഇതെല്ലാം എന്തിനുദാഹരണമാണ്, ഹോമോലോഗസ് ഓർഗൻ. അപ്പോൾ ഹോമോലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ്. ഇത് നമുക്ക് പടം തന്നിട്ട് ചോദിക്കും ഇത് ഏതിൽ വരുന്നതാണ്, ഏത് വിഭാഗത്തിൽ വരുന്ന, ഹോമോലോഗസ് ആണോ അനലോഗസ് ആണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കും. അതുപോലെ അടുത്ത ഒരു ഓർഗനാണ് അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. അനലോഗസ് ഓർഗനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഹോമോലോഗസിന് ഓപ്പോസിറ്റ് ആണ്. അതായത് അനാറ്റമിക്കലി ഡിസിമിലർ സ്ട്രക്ചേഴ്സ് പെർഫോമിങ് സിമിലർ ഫങ്ഷൻ ആർ കോൾഡ് അനലോഗസ്. അപ്പോൾ അനാറ്റമിക്കലി അവർ ഡിസിമിലർ ആണ്, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, പക്ഷെ ഫങ്ഷൻ സിമിലർ ആയിരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബേർഡ്സിൻ്റെ ചിറകും ബട്ടർഫ്ലൈസിൻ്റെ ചിറകും.
ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഫങ്ഷനലി സിമിലർ ആണ് അല്ലേ? രണ്ടും പറക്കാൻ വേണ്ടി ഇപ്പോൾ പൂമ്പാറ്റയ്ക്ക് പറക്കാനാണ് ചിറകുള്ളത്, ബേർഡ്സിന് പറക്കാനാണ് അവരുടെ ചിറകുള്ളത് അല്ലേ? രണ്ടും സിമിലർ ആണ്, പക്ഷെ സ്ട്രക്ചർ ഡിഫറെൻ്റ് അല്ലേ? ഇവരുടെ സ്കിന്ന് ഇവരുടെ പിന്നെ ചിറകെന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതേസമയം ബേർഡ്സിൻ്റെ വിങ്സ് എന്ന് പറയുന്നത് ഇസ് ദ മോഡിഫൈഡ് ഫോർലിംബ് അല്ലേ? ഫോർലിംബ് മോഡിഫൈ ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള അവയവങ്ങളെ ഡിസിമിലർ സ്ട്രക്ചർ ഡിഫറെൻറ്റും ഫങ്ഷൻ സിമിലറും ഉള്ളതിനെയാണ് അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. അതിന് മറ്റു കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ, ഒക്ടോപ്പസിൻ്റെ കണ്ണും മാമലിൻ്റെ കണ്ണും, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, പെൻഗ്വിൻ്റെ കൈകളും ഫ്ലിപ്പറുകളും ഡോൾഫിൻ്റെ ഫ്ലിപ്പറുകൾ, സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ, സ്വീറ്റ് പൊട്ടേറ്റോയും ചെടികളുടെ കാര്യത്തിലാണ് നമ്മൾ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിപ്പോൾ പറയാം എന്തൊക്കെയാണ്. അപ്പോൾ അനലോഗസ് ഓർഗൻ നമ്മൾ പറയുമ്പോൾ ദ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് ലുക്ക് അലൈക്ക് അല്ലേ? ഒരേപോലെയാണ് ഇരിക്കുന്നത്. ദേ ആർ നോട്ട് അനാറ്റമിക്കലി സിമിലർ, അനാറ്റമിക്കലി സിമിലർ അല്ല. they are not anatomically similar structure though they perform similar function. സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്, പക്ഷെ ഫങ്ഷനലി സിമിലർ ആണ് അല്ലേ? അതൊരു ഉദാഹരണമാണ് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ. മറ്റൊരു ഉദാഹരണമാണ് ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ. മാമലിൻ്റെയും ഒക്ടോപ്പസിനെയും നമുക്കറിയാം. ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ മൊളസ്കൻ്റെ അകത്ത് വരുന്ന ഒരു ജീവിയാണ് അല്ലേ? അവരുടെ കണ്ണും മാമലുകളുടെ കണ്ണും ഏകദേശമൊക്കെ ഒരുപോലെയാണ്, പക്ഷെ രണ്ടും രണ്ട് ഫങ്ഷനാണ് ചെയ്യുന്നത്. രണ്ടും കാഴ്ചയാണ്, പക്ഷെ രണ്ടിൻ്റെയും കാഴ്ചയ്ക്കുള്ള വ്യത്യാസം നമുക്കവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫങ്ഷൻ ഉണ്ട്, പക്ഷെ അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ഫങ്ഷൻ സിമിലർ ആണ്. കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, പക്ഷെ അതിന് ഇച്ചിരിയൊക്കെ വ്യത്യാസം, നമ്മുടെ പോലെ റെറ്റിന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് ഇല്ല. അതാണ് സ്ട്രക്ചറലി ഡിഫറെൻറ്റ് ബട്ട് ഫങ്ഷനലി സിമിലർ എന്നാണ് പറയുന്നത്. അനലോഗസ് ഓർഗന് മറ്റൊരു ഉദാഹരണമാണ് ദ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. ഡോൾഫിനും പെൻഗ്വിനും നമുക്കറിയാം അല്ലേ? അപ്പോൾ പെൻഗ്വിൻസ് എന്ന് പറയുന്നത് ബേർഡ്സ് ആണ് അല്ലേ? ഡോൾഫിൻ എന്ന് പറയുന്നത് മാമലുകളാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഫ്ലിപ്പേഴ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നീന്താൻ വേണ്ടിയാണ്. വെള്ളത്തിലാണല്ലോ രണ്ടുപേരും നീന്തി പോവാറുണ്ട് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു, പക്ഷെ അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ചെടികളുടെ കേസിലും പറഞ്ഞിരുന്നു സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ. സ്വീറ്റ് പൊട്ടേറ്റോ നിങ്ങൾക്കറിയാം, മധുരക്കിഴങ്ങെന്ന് പറയുന്നത് അല്ലേ? മധുരക്കിഴങ്ങിനെ നമുക്കറിയാം ഇങ്ങനെ വള്ളി പോലെ പോയിട്ട് അതിൻ്റെ മുട്ടുകളിലൊക്കെ ഇങ്ങനെ റൂട്ട് ഡെവലപ്പ് ചെയ്യും. അതിങ്ങനെ നമ്മൾ ഒടിച്ചൊടിച്ചാണ് നടുന്നത്. അതിൻ്റെ ഓരോ പിന്നെ നോഡ്സിലും റൂട്ട്സ് ഡെവലപ്പ് ചെയ്തിട്ട് ആ റൂട്ടിൽ നിന്നാണ് സ്വീറ്റ് പൊട്ടേറ്റോ ഉണ്ടാകുന്നത്. അതേസമയം പൊട്ടേറ്റോ നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ സ്റ്റെം മോഡിഫിക്കേഷൻ, സ്റ്റെമ്മാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. സ്വീറ്റ് പൊട്ടേറ്റോ റൂട്ട് മോഡിഫിക്കേഷൻ. അപ്പോൾ ഒന്ന് സ്വീറ്റ് പൊട്ടേറ്റോയിൽ റൂട്ടാണ് സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ പൊട്ടേറ്റോയിൽ സ്റ്റെമ്മാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു അനലോഗസ് ഓർഗനാണ് അല്ലേ? രണ്ടും ഫങ്ഷനലി സിമിലർ ആണ്, പക്ഷേ സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2-3 ഓർഗൻസിനെ കുറിച്ച് നമ്മളിവിടെ ഉദാഹരണം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ബട്ടർഫ്ലൈയുടെ വിങ്സ്, ബേർഡ്സിൻ്റെ വിങ്സ്, ഒക്ടോപ്പസിൻ്റെ കണ്ണും മാമലിൻ്റെ കണ്ണും, പിന്നെ അതുപോലെ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ. അപ്പോൾ ഇത് രണ്ടും ഹോമോലോഗസ് ഓർഗൻ ആൻഡ് അനലോഗസ് ഓർഗനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോമോലോഗസ് ഓർഗനും അനലോഗസ് ഓർഗനും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ എവല്യൂഷനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഹോമോലോഗസ് ഓർഗനും നോക്കാം. അനാറ്റമിക്കലി സിമിലർ സ്ട്രക്ചർ പെർഫോമിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻ. സിമിലർ സ്ട്രക്ചർ ആൻഡ് ഡിഫറെൻറ്റ് ഫങ്ഷൻ ആണ് ഹോമോലോഗസ് ഓർഗൻ. അങ്ങനെയാണെങ്കിൽ ഡിസിമിലർ സ്ട്രക്ചർ ആൻഡ് സിമിലർ ഫങ്ഷൻ തിരിയും അല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴാണ് അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. ഇനി ഹോമോലോഗസ് സ്ട്രക്ചർ ആസ് എ റിസൾട്ട് ഓഫ് ഡൈവേർജൻ്റ് എവല്യൂഷൻ. ഡൈവേർജൻ്റ് എവല്യൂഷൻ ഉദാഹരണമാണ് ഹോമോലോഗസ് ഓർഗൻ. സെയിം സ്ട്രക്ചർ ഡെവലപ്പ് അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഒരു കോമൺ ആൻസസ്റ്റർ കാണും, ആ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് പല ഭാഗത്തേക്കും ഡൈവേർട്ട് ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഹോമോലോഗസ് ഓർഗനെ നമ്മൾ ഏതിന് ഉദാഹരണമായിട്ട് പറയുന്നത്? ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത് അനലോഗസ് സ്ട്രക്ചർ ആർ ആസ് എ റിസൾട്ട് ഓഫ് കൺവേർജൻ്റ് എവല്യൂഷൻ. അതായത് അവർ ഡിഫറെൻറ്റ് ആൻസിസ്റ്റേഴ്സ് കാണും, ഡിഫറെൻറ്റ് പൂർവീകർ കാണും, പക്ഷേ ആ ഡിഫറെൻറ്റ് പൂർവീകർ ഒരു കോമൺ ഫംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് കൺവേർജൻ്റ് എവല്യൂഷൻ. കൺവേർജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോയിന്റിലേക്ക് വരിക എന്നാണ് പറയുന്നത്. സിമിലർ ഹാബിറ്റാറ്റ്
resulted in selection of similar adaptive features in different group of organisms. പല ഗ്രൂപ്പിലുള്ള ജീവികൾ ഒരു സിമിലർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമിലർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സിമിലർ ഫങ്ഷൻ കാണിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഡൈവേർജൻ്റ് എവല്യൂഷന് ഹോമോലോഗസ് ഓർഗൻ ഉദാഹരണമാണ്. കൺവേർജൻ്റ് എവല്യൂഷന് ഉദാഹരണം അനലോഗസ് ഓർഗനും ആണ്. മറ്റൊരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചാൾസ് ഡാർവിനെ കുറിച്ച് അല്ലേ. ചാൾസ് ഡാർവിൻ എൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ പറയുന്നത് ജീവികളിൽ ആരാണോ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ കഴിവുള്ളവർ അല്ലേ, അഡാപ്റ്റേഷൻ ഉള്ളവർ, ആ പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് ജീവിക്കാൻ കഴിവുള്ളവരെ പ്രകൃതി സെലക്ട് ചെയ്യും. നേച്ചർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ കഴിവുള്ളവർ അല്ലെ അർഹതപ്പെട്ടവരെ മാത്രമേ പ്രകൃതി സെലക്ട് ചെയ്യത്തുള്ളൂ അല്ലേ. അതിന് ആ തിയറി നാച്ചുറൽ സെലക്ഷൻ, ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ ഒന്നും നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനില്ലെങ്കിലും നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നാച്ചുറൽ സെലക്ഷൻ്റെ എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അത് രണ്ട് മോത്തുകളുടെ കഥയാണെന്ന് വേണേൽ പറയാം. മോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിശാശലഭങ്ങളാണ്. നിശാശലഭം എന്ന് പറയുന്ന അറിയാലോ, രാത്രികാലങ്ങളിൽ വരുന്ന ഒരു തരം പൂമ്പാറ്റയെ പോലെ ഇരിക്കുന്ന ജീവികളെയാണ് നമ്മൾ മോത്ത് MOTH എന്ന് പറയുന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ മെലാനിസം എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കുക. അനദർ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ സപ്പോർട്ടിംഗ് എവല്യൂഷൻ ഈസ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. പ്രകൃതി സെലക്ട് ചെയ്യുന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് നമ്മളിവിടെ ഈ പ്രതിഭാസം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ പ്രത്യേകത, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ പ്രകൃതി സെലക്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിന് കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അതായത് ഈ ഇൻ 1850s, ദാറ്റ് ഈസ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇംഗ്ലണ്ട്, there are two types of moth. അപ്പം ഇംഗ്ലണ്ടിലെ കഥയാണ് പറയുന്നത്. ഇംഗ്ലണ്ടിൽ 1850 മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് ധാരാളം ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്ന കാലഘട്ടത്തിന് മുമ്പ്. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ രണ്ട് തരം മോത്തുകളുണ്ട്. ഇംഗ്ലണ്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ രണ്ട് തരം മോത്തുകളെ കാണാൻ കഴിഞ്ഞിരുന്നു. ഒന്ന് വൈറ്റ് വിങ്ഡ് മോത്ത്, അല്ല പിന്നെ ഒരെണ്ണം ഡാർക്ക് വിങ്ഡ് മോത്ത് ഓർ മെലനൈസ്ഡ് മോത്ത്. വൈറ്റ് വിങ്ഡ് മോത്ത് ഗ്രേ കളറിലിരിക്കും. വൈറ്റ് നല്ല വെള്ള കളറല്ല, ഗ്രേ കളറിലിരിക്കും. അപ്പോൾ വൈറ്റ് ഓർ ഗ്രേ കളറിലെ മോത്തും അതിൻ്റെ വിങ്സിൻ്റെ കളറാണ് പറഞ്ഞത്. ഇത് ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള മോത്ത് അല്ലെ മെലനൈസ്ഡ് മോത്ത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ 1850 കാലഘട്ടത്തിൽ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇംഗ്ലണ്ട് there are two types of moth. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ, ആ മോത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം. അതായത് നമ്മൾ ഈ ഏത് ഒരു പ്രദേശത്ത് നമ്മൾ നമ്മുടെ വീടിനെയൊക്കെ ചുറ്റിനുമുള്ള മരങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ മരങ്ങളിൽ ലൈക്കൺസ് പറ്റി പിടിച്ചിരിക്കുന്നതാണ്. മരങ്ങളുടെ ബാർക്ക് യഥാർത്ഥത്തിൽ ഡാർക്ക് ബ്രൗൺ ആണ് അല്ലേ. പക്ഷെ നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്കറിയാം മരങ്ങളെല്ലാം ഒരുമാതിരി ആഷ് കളർ അല്ലെങ്കിൽ ഗ്രേ കളറിലെ എന്തോ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അല്ലേ. അത് യഥാർത്ഥത്തിൽ എന്താണ്? ലൈക്കണുകളാണ്. ആൽഗയുടെയും ഫംഗസിൻ്റെയും ഒരു സിംബയോട്ടിക് അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കണുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ലൈക്കൺസ് പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് മരങ്ങളുടെ എല്ലാം ബാർക്ക് ഗ്രേ കളർ അല്ലെങ്കിൽ ആഷ് കളറിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചുറ്റിനുള്ള മരങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അതേസമയം നമ്മൾ ഈ മരങ്ങൾ പിന്നെ റോഡ് സൈഡിലുള്ള മരങ്ങളിൽ ഇങ്ങനെയുള്ള ലൈക്കൺസ് അധികം വളരാറില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻ ഉണ്ട്. പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ഈ ലൈക്കൺസ് അങ്ങനെ വളരാറില്ല. അപ്പോൾ ഈ ലൈക്കണുകൾ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പം നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ചുറ്റി നടന്ന് കാണുമ്പോൾ ആ അവിടങ്ങളിലുള്ള മരങ്ങളിലെല്ലാം ലൈക്കൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ പ്രദേശത്ത് പൊല്യൂഷൻ കുറവായിരിക്കും. അതേസമയം പൊല്യൂഷൻ കൂടുതലുള്ള ഫാക്ടറീസും റോഡിൻ്റെ അരികിലുള്ള മരങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ ബാർക്ക് എപ്പോഴും ബ്രൗൺ കളറിലായിരിക്കും ഇരിക്കുന്നത്.
അപ്പോൾ ഈ ലൈക്കണിന് ഒരു പ്രത്യേകത ഉണ്ട്. ലൈക്കൺസ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ്റെ ഒരു ഇൻഡിക്കേറ്ററുകളാണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ പറയും പൊല്യൂഷൻ കുറവാണ്, ഇല്ലെങ്കിൽ ആ പ്രദേശം പൊല്യൂട്ടഡ് ആണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയണം. അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു 2 തരം മൂത്തുകളുണ്ട്. വൈറ്റ് വിങ്ഡ് മൂത്തുകളും ഉണ്ടായിരുന്നു, ബ്ലാക്ക് വിങ്ഡ് മൂത്തുകളും ഉണ്ട്. അപ്പോൾ വൈറ്റ് വിങ്ഡ് മൂത്ത്സ് റസ്റ്റ് ഓൺ ദ ട്രീ ട്രങ്ക് കണ്ടെയ്നിങ് ദ ഗ്രേ ലൈക്കൺ. കണ്ടോ, ഇത് മൂത്താണ് ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ. ഇവിടെ ഒരു മൂത്ത് ഇരിപ്പുണ്ട്, പക്ഷെ നമുക്കിതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അപ്പം ദ കളർ ഓഫ് ദ ലൈക്കൺസ് ആൻഡ് ദ കളർ ഓഫ് മോത്ത് വെർ സിമിലർ ആൻഡ് ദി കളർ ഓഫ് ദ മോത്ത് ഈസിലി ബ്ലെൻഡഡ് വിത്ത് ദ ഡൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീ ട്രങ്ക്. അപ്പോൾ ഈ ട്രീയുടെ ട്രങ്കിൽ, തടിയിൽ വന്നിരുന്നാൽ ഈ മോത്തുകളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ആർക്ക്? ഇതിനെ പിടിച്ച് തിന്നുന്ന പ്രിഡേറ്റേഴ്സ്. ഇതിനെ പിടിച്ച് തിന്നുന്ന പ്രിഡേറ്റർ ബേർഡുകളുണ്ട്, കുരുവികൾ പോലെ. അവ വന്ന് ഇതേ നോക്കിയാൽ അതിന് തിരിച്ചറിയാതെ പോകും. അങ്ങനെ ഈ വൈറ്റ് വിങ്ഡ് മോത്തുകളെ സോ ദേ എസ്കേപ്ഡ് ഫ്രം ദ എനിമീസ് ഫ്രം പ്രിഡേഷൻ. അപ്പോൾ ഇതിനെ വന്ന് പിടിച്ച് തിന്നുന്ന മോത്തുകൾ ഇതിനെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത. അതേസമയം വൈൽ ദ ബ്ലാക്ക് കളേർഡ് വൺസ് വെയർ ഈസിലി സ്പോട്ടഡ് ആൻഡ് ഈറ്റൻ ബൈ ദ എനിമീസ്. അപ്പോൾ ഈ ഗ്രേ കളറിനോടൊപ്പം തന്നെ ബ്ലാക്ക് മോത്ത് വന്നിരുന്നാൽ പെട്ടെന്ന് പ്രിഡേറ്ററി ബേർഡുകൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും അല്ലേ. ആ ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ വന്നിരുന്നാൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോൾ ഇവരെ ആയിരിക്കും ആര് പിടിക്കുന്നേ? ഈ പ്രിഡേറ്ററി, ഇതിനെ പിടിച്ച് തിന്നുന്ന, ഭക്ഷണമാക്കുന്ന കുരുവികൾക്ക് ഇവരെ കൂടുതൽ പിടിച്ചു തിന്നും. അപ്പോൾ ആരുടെ എണ്ണം കൂടും? ബ്ലാക്ക് കളറുടെ എണ്ണം കുറയുകയും ചെയ്യും. ഗ്രേ കളറിന് ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിരിക്കുന്നതുകൊണ്ട് ഗ്രേ കളറിനെ പിടിക്കുന്നില്ല. അപ്പോൾ ഗ്രേ കളറുടെ എണ്ണം കൂടുതലും ബ്ലാക്ക് കളറുടെ എണ്ണം കുറവുമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ 1920s എത്തിയപ്പോൾ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ വിപ്ലവം, അതായത് വ്യവസായശാലകളൊക്കെ തുറന്ന സമയത്തോ അല്ലെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലാർജ് സ്കെയിൽ ബേണിംഗ് ഓഫ് കോൾ ബിക്കെയിം കോമൺ ആൻഡ് സൂട്ട് ആൻഡ് സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫാക്ടറീസ് ഗോട്ട് ഡിപ്പോസിറ്റഡ് ഓൺ ദ ട്രീ ട്രങ്ക് ആൻഡ് മെയ്ഡ് ദം ബ്ലാക്ക്. നമുക്കറിയാം ഇൻഡസ്ട്രി 1920s ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലമായിരുന്നു അല്ലേ. ആ സമയത്ത് ഇൻഡസ്ട്രീസിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോളാണ്, കൽക്കരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കൽക്കരി കത്തിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, കൽക്കരി കൊണ്ട് ഓടുന്ന ട്രെയിനുകളെ കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൽക്കരി ആയിരുന്നു ഇന്ധനമായിട്ട് അവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ കൽക്കരി കത്തിക്കുന്ന സമയത്ത് ധാരാളം പുകപടലങ്ങൾ, സൂത്ത് ആൻഡ് സ്മോക്ക്, പൊടികളും ആഷും ഒക്കെ ഈ പ്രകൃതിയിൽ ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നു ഫാക്ടറികളിൽ. അപ്പോൾ ആ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗത്തുമുള്ള ഫാക്ടറിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ചുറ്റുപാടുമുള്ള മരങ്ങളിലെല്ലാം ഈ എന്ത് വന്ന് അടിഞ്ഞുകൂടി? ഈ സ്മോക്കും കരിയും പുകയെല്ലാം വന്ന് അടിഞ്ഞുകൂടി. അങ്ങനെ അടിഞ്ഞുകൂട്ടിയപ്പോൾ ഈ നമ്മൾ പറഞ്ഞില്ലേ പൊല്യൂഷൻ സമയത്ത് ലൈക്കൺസ് ഉണ്ടാവത്തില്ല അല്ലേ. അപ്പം ഈ മരങ്ങളുടെ എല്ലാം ബാർക്ക് ഏത് കളറിലായി? ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ ആയി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മോത്തുകൾ വന്നിരുന്നാൽ, ഒന്ന് ശ്രദ്ധിച്ച് എന്ത് സംഭവിക്കും? ഇതിപ്പോൾ കറുത്ത ഒരു പ്രതലമുള്ള ഒരു മരമാണ്. ആ മരത്തിൽ 2 തരം മോത്തുകളും വന്നു. ഗ്രേ കളർ മോത്തും വന്നിരുന്നു, അല്ലെ വൈറ്റ് കളർ മോത്തും വന്നിരുന്നു. ബ്ലാക്ക് കളർ മോത്ത് കണ്ടില്ലേ ഇവിടെ വന്നിരിപ്പുണ്ട് അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് ആരെ തിരിച്ചറിയാൻ പറ്റൂ? ഈ ഗ്രേ ഓർ വൈറ്റിനെ പെട്ടെന്ന് തിരിച്ചറിയാം. അതേസമയം ബ്ലാക്കിനെ അത്രത്തോളം തിരിച്ചറിയാൻ പറ്റാതെ വരികയും അങ്ങനെ പ്രിഡേറ്ററി, ഇതിനെ പിടിച്ച് തിന്നുന്ന, ഭക്ഷണമാക്കുന്ന കുരുവികൾ വന്ന് നോക്കിയപ്പോൾ ആരെ തിരിച്ചറിയും പെട്ടെന്ന്? ഈ വൈറ്റിനെ പിടിച്ച് തിന്നും. അങ്ങനെ ക്രമേണ എന്ത് കൂടി? ബ്ലാക്കിൻ്റെ എണ്ണം കൂടി, ഗ്രേയുടെ എണ്ണം കുറയാൻ തുടങ്ങി. അതാണ് ഇവിടെ പറഞ്ഞത്. ആസ് എ റിസൾട്ട് ദ വൈറ്റ് വിങ്ഡ് മോത്ത് ബിക്കെയിം മോർ വിസിബിൾ ദാൻ ദ ബ്ലാക്ക് മോത്ത് ആൻഡ് വെർ preyed by the predators. Thus, the number of grey moth decreased considerably. എന്ത് പറ്റി? ഗ്രേയുടെ എണ്ണം കുറഞ്ഞ് വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഈ പ്രകൃതിയിലുള്ള മാറ്റമാണ് അല്ലേ. നേരത്തെ ഈ ബാർക്കിലെല്ലാം ലൈക്കൺ ഉള്ളപ്പോൾ പ്രതലം എങ്ങനെയായിരുന്നു? ഗ്രേ കളറിലായിരുന്നു. അപ്പോൾ ആർക്ക് അനുയോജ്യമായിരുന്നു? ഈ വൈറ്റ് കളറിന് അനുയോജ്യമായിരുന്നത് കൊണ്ട് അവരുടെ എണ്ണം കൂടുതലായിരുന്നു അല്ലേ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ, കരിയും പുകയും വന്നപ്പോൾ അത് ആർക്ക് അനുയോജ്യമായിട്ട് വന്നു? ബ്ലാക്ക് കളേർഡ് മോത്തുകൾക്ക് അനുയോജ്യമായിട്ട് വന്നു.
അപ്പോൾ ഓരോ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് അനുയോജ്യരായിട്ടുള്ളവരെ പ്രകൃതി അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങാൻ പറ്റുന്നവർ മാത്രം അതിജീവിച്ച് വരികയും പറ്റാത്തവരെല്ലാം നശിച്ചു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. This understanding is supported by the fact that in area where industrialization did not occur, example in rural areas, the count of melanic moth was low. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് തിരിച്ചു തന്നെയായിരുന്നു. കാരണം ബാർക്കിലൊക്കെ ലൈക്കൺസ് ഉള്ള സ്ഥലത്ത് പിന്നെ വൈറ്റ് മോത്തുകൾ അല്ലെങ്കിൽ ഗ്രേ മോത്തുകളുടെ എണ്ണം കൂടുതലായി. അതേസമയം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണുന്നത്. This shows that in a mixed population, those that can better adapt, survive and increase in population size. അപ്പോൾ ഒരു മിക്സഡ് പോപ്പുലേഷനിൽ ആർക്കാണോ ബെറ്ററായിട്ട് അതിനെ പ്രകൃതിയിലുള്ള ചേഞ്ചസിനനുസരിച്ച് അഡാപ്റ്റേഷൻ ഉള്ളത്, അല്ലെ ആർക്കാണോ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും, അല്ലാത്തവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്ന പ്രതിഭാസം. പിന്നീട് നമുക്കറിയാം 1950s ശേഷം നമുക്കറിയാം കോളൊന്നും അല്ല പിന്നീട് ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിച്ചത്. പിന്നീട് ഇലക്ട്രിസിറ്റി കാണുകയും അല്ലേ, ഇലക്ട്രിസിറ്റിയും പെട്രോളിയം പ്രോഡക്ട്സും ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കരിയും പുകയൊക്കെ മാറിയിട്ട് ഈ പ്രതിഭാസം വീണ്ടും പഴയ പോലെ ആകുകയും ചെയ്തു എന്നാണ് ഇൻഡസ്ട്രിയൽ അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയാണ് സെലക്ട് ചെയ്യുന്നത് ആര് ജീവിക്കണം ആര് ജീവിക്കണ്ട എന്നുള്ളത് പ്രകൃതിയുടെ സെലക്ഷനാണ്. ആ പ്രകൃതി സെലക്ട് ചെയ്യുന്ന അല്ലെ നേച്ചർ സെലക്ട് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻ്റ് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്നുള്ളത് ഓർത്തിരിക്കുക.